ഇങ്ങനെയാണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. അതായത് നിങ്ങളെ ബ്രാഞ്ച് വൈസ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ബ്രാഞ്ചിൻ്റെത് മാത്രമല്ല. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത്. അതായത് RRBയുടെ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള വേക്കൻസിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഓരോ ബ്രാഞ്ചസിലും എത്രത്തോളം വേക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു നമ്പർ ശരിക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിൻ്റെ നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെ രീതിയിൽ തെറ്റിദ്ധാരണ ഒരുപാട് ആളുകളിലുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഓരോ ബ്രാഞ്ചസുകാർക്കും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് വരിക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ ബ്രാഞ്ചസുകാർക്കും ഏതെല്ലാം ഇന്ന ബ്രാഞ്ചുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അതായത് നമ്മൾ ബ്രാഞ്ച് വൈസ് വേക്കൻസിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ബ്രാഞ്ചിലും എത്രത്തോളം വേക്കൻസീസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 489 ആണ്, 489 ആണ്. ഇലക്ട്രിക്കൽ കോർ പോസ്റ്റുകൾ, അതായത് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ 489 ആണ്. ഓക്കെ, അതുകൂടാതെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് 743 ഒഴിവുകൾ വന്നിട്ടുണ്ട്. 743 വേക്കൻസിയാണ് മെക്കാനിക്കൽ വന്നിരിക്കുന്നത്. നമ്മൾ സിവിൽ നോക്കുകയാണെങ്കിൽ 741 സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ അവസരം എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 218 വേക്കൻസിയാണ് ഇലക്ട്രോണിക്സിന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഓൾ ഇന്ത്യ ലെവൽ മൊത്തം വരുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ 218 വരുന്നത്. അതേപോലെ DMS എന്ന് പറയുന്ന ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റിൽ വരുന്നത് 195 ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതേപോലെ ട്രാക്ക് മെഷീനിൽ വന്നിരിക്കുന്നത് 121 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് മാത്രമാണോ ശരിക്കത്തെ വേക്കൻസി എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഞാൻ ആ പറഞ്ഞ വീഡിയോ പ്രകാരമാണെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇലക്ട്രിക്കൽ മാത്രമല്ല, അവർക്ക് മെക്കാനിക്കലിൻ്റെ പോസ്റ്റുകളും ഇലക്ട്രോണിക്സിൻ്റെ പോസ്റ്റുകളും ട്രാക്ക് മെഷീൻ്റെ പോസ്റ്റുകളും DMSൻ്റെതും അപ്ലൈ ചെയ്യാം. അതായത് ഇലക്ട്രിക്കൽ ഇപ്പം നമ്മൾ പറഞ്ഞ 489 ആണ്. പക്ഷേ ഈ 743 ആര് എലിജിബിൾ ആണ്? ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾ എലിജിബിൾ ആണ്. അപ്പോൾ അയാൾക്ക് ഈ 743 പോസ്റ്റിലേക്കും അയാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ 743 അപ്ലൈ ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് സിവിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിക്സിലെ 218 പോസ്റ്റിലും ഇയാൾ എലിജിബിൾ ആണ്. 218 പോസ്റ്റിലും ഇയാൾ എന്താണ്? എലിജിബിൾ ആണ്. കഴിഞ്ഞിട്ടില്ല, DMSലെ 195 പോസ്റ്റിലും ആര് എലിജിബിൾ ആണ്? ഇയാൾ എലിജിബിൾ ആണ്. 195 പോസ്റ്റിലേക്കും എലിജിബിൾ ആണ്. ട്രാക്ക് മെഷീനിലെ 121 പോസ്റ്റിലേക്കും ഇയാൾ എന്താണ്? എലിജിബിൾ ആണ്. സോ ഇതായിരിക്കും ടോട്ടൽ വേക്കൻസി ഫോർ ഇലക്ട്രിക്കൽ. അപ്പോൾ 489 പ്ലസ് 743 പ്ലസ് 218 പ്ലസ് 195 പ്ലസ് 121, ഇത്രയും ഒഴിവ് ആർക്ക് വരുന്നുണ്ട്? ഇലക്ട്രിക്കൽ. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അത്രയും ഒഴിവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിലോ, മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇലക്ട്രിക്കലിലുള്ള 489 ഒഴിവുകളേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. DMSലുള്ള 195 അപ്ലൈ ചെയ്യാൻ പറ്റും. DMSലുള്ള 195 അപ്ലൈ ചെയ്യാം. അതേപോലെ ട്രാക്ക് മെഷീനിലുള്ള 121 എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മെക്കാനിക്കലിൽ അത്യാവശ്യം നല്ല നമ്പർ ആയിട്ടുണ്ടല്ലോ. യെസ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ 741 കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന DMS 195 കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 195 പോസ്റ്റിലേക്ക് സിവിലുകാർക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 741 പ്ലസ് 195 ഒഴിവുകളാണ് സിവിലിനുള്ളത്. അത്യാവശ്യം നല്ലൊരു നമ്പർ സിവിൽ മാത്രം വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഏറ്റവും ഹയസ്റ്റ് വന്നത് ഇലക്ട്രിക്കലാണ്. അതേപോലെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ 489 ഒഴിവുകൾ അപ്ലൈ ചെയ്യാം. പിന്നെ മെക്കാനിക്കലിന്റെ 743 അപ്ലൈ ചെയ്യാവുന്നതാണ്. സിവിൽ പറ്റുമോ? ഇല്ല. DMSന്റെ 195 അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ട്രാക്ക് മെഷീന്റെ 121 അതിലേക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏതാണ്? DMS 195, ട്രാക്ക് മെഷീൻ 121. അത് ഓൾറെഡി നമ്മൾ ഈ ബ്രാഞ്ചസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. അതായത് നിങ്ങളെ ബ്രാഞ്ച് വൈസ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ബ്രാഞ്ചിൻ്റെത് മാത്രമല്ല, മറ്റു ബ്രാഞ്ചസുകളുടെ വേക്കൻസി കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സോൺ നോക്കുമ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ വേക്കൻസി മാത്രം കുറവാണ്, മെക്കാനിക്കൽ നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്താണ്? അവിടെ നിങ്ങൾക്ക് അവരുടെ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക തന്നെ വേണം. സോ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിയെ കുറിച്ച് നമ്മൾ ഓരോ സോണിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതർ ബ്രാഞ്ചസ് എലിജിബിൾ ആണ് എന്നുള്ളത്.
സോ ഇതാണ് ബ്രാഞ്ച് വൈസ് വേക്കൻസിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്നിരുന്നാലും വേക്കൻസി കുറവാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അതായത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇനി മുതൽ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുള്ളത്, മുൻ വർഷങ്ങളിലെ പോലെ വലിയൊരു നമ്പറിലേക്ക് എത്താതിരുന്നത്. എന്നിരുന്നാലും ഇത്തവണയും തരക്കേടില്ലാത്തൊരു നമ്പർ തന്നെയാണ് 2500. 2500 RRB ജൂനിയർ എഞ്ചിനീയർമാരിൽ ഒരാളായി തീരാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻട്രി ആപ്പിലൂടെ നിങ്ങൾ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും മികച്ച RRB JEE റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. 25ലധികം ഉദ്യോഗാർത്ഥികളെ ഇന്ന് JEEമാരായിട്ട് വർക്ക് ചെയ്യുന്നത് എൻട്രി ആപ്പിലൂടെ ഗൈഡൻസ് എടുത്ത ഉദ്യോഗാർത്ഥികളാണ്. എൻട്രിയുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കുക. അതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.